സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFും UDFും ഒപ്പത്തിനൊപ്പം 2 വാർഡുകളിൽ ഇരു മുന്നണികളും ലീഡ് ചെയ്യുകയാണ്. പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡ് കോൺഗ്രസിൽ നിന്ന് SDPയെ പിടിച്ചെടുത്തു. വിവരങ്ങളുമായി ശ്രീത്ത് ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും. ശ്രീത്ത്, ഏറ്റവും ഒടുവിൽ വരുന്ന ഫലസൂചന ഏതു രീതിയിലാണ്? ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ പറയാം അല്ലേ? ഹാഷ്മി, സംസ്ഥാനത്തെ 28 തദ്ദേശ ഭരണ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്നലെ നടന്ന വോട്ടെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 മണിക്ക് ആരംഭിച്ചപ്പോൾ ഇതുവരെ വരുന്ന ഫലസൂചന അനുസരിച്ച് LDF UDF ഒപ്പത്തിനൊപ്പമാണ്. 11 വാർഡുകൾ വീതം LDF UDF വിജയിച്ചു. 3 മറ്റുള്ളവരാണ് വിജയിച്ചിരിക്കുന്നത്. എന്തായാലും മൊത്തം ഫലം വരാൻ ഒരു അല്പസമയം കൂടി എടുക്കും. തിരുവനന്തപുരത്ത് നഗരസഭ വാർഡിലേക്ക് ഉപതെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ശ്രീവരാഗം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തി. CPI സ്ഥാനാർത്ഥി ഹരികുമാർ ഇവിടെ 12 വോട്ടിനാണ് ജയിച്ചത്. തിരുവനന്തപുരത്ത് മറ്റ് പഞ്ചായത്തുകളിലേക്ക് നടന്ന 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നിടത്തിന്റെ ഫലം വന്നു. പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡിൽ SDPI ആണ് വിജയിച്ചത്. അത് കോൺഗ്രസ് പ്രതികരിക്കുന്ന വാർഡായിരുന്നു. അവിടെ SDPI സ്ഥാനാർത്ഥി മുജി പുലിപ്പാറ 226 വോട്ടുകൾക്കാണ് വിജയിച്ചത്. പൂവച്ചൽ പഞ്ചായത്തിലെ ഒരു വാർഡിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. അവിടെ LDF വിജയിച്ചു. കോൺഗ്രസിൽ നിന്ന് വാർഡ് പിടിച്ചെടുക്കുകയാണ്. എന്നാൽ കരിങ്കുളം പഞ്ചായത്തിലെ കൊച്ചുപള്ളി വാർഡിൽ CPM നിന്ന് കോൺഗ്രസ് വാർഡ് പിടിച്ചെടുത്തു. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സേവിയർ ജെറോൺ 169 വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ തന്നെ കോൺഗ്രസിന് നേട്ടമുണ്ട്. എന്നാൽ LDF UDFും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതാണ് മുഴുവൻ ഫലവും പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. 11 വീതം LDF UDFുമാണ് ഇപ്പോൾ സീറ്റുകൾ നേടിയിരിക്കുന്നത്. ശ്രീത്ത്, സാധാരണഗതിയിൽ ബൈ ഇലക്ഷൻ അല്ലെങ്കിൽ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പൊന്നും അങ്ങനെ വലിയ പ്രാധാന്യമുള്ളതല്ല. ഇതിപ്പോൾ പ്രാധാന്യമുള്ളതാവുന്നത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഓരോരോ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളാണ് എന്ന രീതിയിലുള്ള പ്രസക്തി, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകൾ എന്ന രീതിയിലെ പ്രസക്തി ഉള്ള തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ശ്രീത്ത്. തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബറിലാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കില്ല. ഇത് അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് തന്നെ കണക്കാക്കാം. അതിൽ LDFനും UDFനും ഒരു ഒപ്പത്തിനൊപ്പം കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണ് എന്നാണ് കോൺഗ്രസും UDFും ചൂണ്ടിക്കാണിക്കുന്നത്. ശക്തമായ വികാരം ഗവൺമെന്റിനെതിരെ ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ അത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുന്നില്ല എന്ന് CPIMനും LDFനും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ഫലസൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ UDFും LDFും ഒപ്പത്തിനൊപ്പമുണ്ട്. കോൺഗ്രസിന് ചില വാർഡുകളിൽ വലിയ നഷ്ടവുമുണ്ട് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്തിലെ ഇപ്പോൾ ഈ കൊലപാതകം നടന്ന പഞ്ചായത്തുകളൊന്നാണ്. പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡിൽ അവിടെ കോൺഗ്രസിന് വാർഡ് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അവിടെ SDPI സ്ഥാനാർത്ഥിയാണ് മുജി പുലിപ്പാറയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. അതോടെ തന്നെ പൂവച്ചൽ പഞ്ചായത്തിലും സമാനമായ രീതിയിലുള്ള നഷ്ടം കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരത്തെ മറ്റൊരു പഞ്ചായത്തായ കരിങ്കുളത്ത് കോൺഗ്രസ് CPIMൽ നിന്ന് 169 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വാർഡ് പിടിച്ചെടുക്കുന്ന സ്ഥിതിയുണ്ട്. സംസ്ഥാനത്തെ മറ്റ് പല പഞ്ചായത്തുകളിലും ഈ സമാനമായ സ്ഥിതിയുണ്ട്. LDFും പിടിച്ചെടുക്കുന്നു. അപ്പോൾ 2 മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് എന്നൊരു പ്രതീതിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ പുറത്തു വരുന്നത്. ഓക്കെ, എന്താണ് അയിരൂർ പഞ്ചായത്ത് 16-ാം വാർഡ് UDF പിടിച്ചെടുത്തു എന്നൊരു വാർത്ത വരുന്നുണ്ട്. 106 വോട്ടുകൾക്ക് പ്രീതാബി നായരാണ് ജയിച്ചത്. പുറമറ്റം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് LDF നിലനിർത്തിയെന്ന വാർത്ത വരുന്നു. കരകുളം പഞ്ചായത്ത് കൊച്ചുപള്ളി വാർഡ് കോൺഗ്രസ് ജയിച്ചു. സേവിയർ ജെറോണിയാണ് അവിടെ ജയിച്ചത്. ഇടുക്കി LDFിലെ ബീന ബിജു ഇടുക്കി വാത്തുകുളം പഞ്ചായത്തിൽ വിജയിക്കുന്നത് 7 വോട്ടുകൾക്കാണ് ബീന ബിജു അവിടെ വിജയിക്കുന്നത്. അങ്ങനെ 28 സ്ഥലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരുന്നു. ഇടുക്കി വാത്തിക്കുടി ദൈവമേട് വാർഡാണ് LDF ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ പറയാൻ കഴിയുന്ന റിസൾട്ട് എന്ന് തന്നെ പറയാം.